it not written? My house shall be called a house of prayer. But you have made it a den of thieves. നമസ്കാരം, ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജിത്ത്. ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CNA നേതൃത്വത്തിൽ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക പള്ളിയുടെ മുന്നിൽ ചാട്ടവാർ പ്രയോഗ സമരം നടത്തി. സഭ ആസ്ഥാനത്തെ കള്ളനെയും ചൂതാട്ടക്കാരെയും ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ച ക്രിസ്തു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതീകാത്മകമായി കാത്തലിക് നസ്രാണി അസോസിയേഷൻ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ സഭാ ആസ്ഥാനമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക പള്ളിയുടെ മുന്നിൽ മാർപ്പാപ്പയുടെയും സിനഡിന്റെയും തീരുമാനങ്ങളെ അട്ടിമറിച്ച സിനഡിലെ തന്നെ മെത്രാന്മാരെയും വൈദികരെയും പ്രതീകാത്മകമായി ചാട്ടവാർ കൊണ്ട് അടിച്ച് സഭയിൽ നിന്നും പുറത്താക്കി. ഈ സഭയിലെ വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുന്നത് ആരാണോ? ഞങ്ങൾ പറയുന്നത് ഇപ്പോ മേജർ ആർച്ച് ബിഷപ്പ് ആർജവമില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വേണ്ടി ഒത്താശ പാടുന്ന മൗണ്ടിയിരിക്കുന്ന ചില കള്ളന്മാരായിട്ടുള്ള ബിഷപ്പുമാരും അവരൊക്കെ ചുക്കാൻ പിടിക്കുന്ന ചാൻസലറായിട്ടുള്ള കാവൽഫയുടെ അടക്കമുള്ള അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രതിനിധിയുള്ള ആളുകളാണ് ഈ പരിപാടികൾ ഇങ്ങനെ ഇത് അട്ടിമറിച്ചിരിക്കുന്നത്. അത് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങള് ശരിയായ സഭാവിശ്വാസികൾ അംഗീകരിക്കുന്നില്ല. 35 രൂപകളിലെ അനുസരിച്ച് അംഗീകരിച്ചും പോകുന്ന ഒരു കാര്യം സിറോൻ ബർബാൻ സഭയുടെ 34 അതിന് പുറത്തുള്ള ഒരു രൂപതയിൽ മാത്രം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. ആരാധനാക്രമ തർക്കം പരിഹരിച്ചതിന് ശേഷം മാത്രം മതി ഓഗസ്റ്റിലെ സിനഡ് സമ്മേളനമെന്ന് CNA അഭിപ്രായപ്പെട്ടു. മാർപ്പാപ്പയെ പൊതുസമൂഹത്തിൽ പരസ്യമായി അവഹേളിക്കുന്ന അതിരൂപതയിലെ സഭാവിരുദ്ധ നിലപാടുകളെ വത്തിക്കാൻ അതീവ ഗൗരവത്തോടെ നോക്കിക്കാണണമെന്ന് CNA പറഞ്ഞു. സിനഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ചില മെത്രാന്മാരും സഭാവിരുദ്ധരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായി പറയപ്പെടുന്ന ഒത്തുതീർപ്പ് ഫോർമുല സഭയെയും മാർപ്പാപ്പയെയും അനുകൂലിക്കുന്ന സഭാവിശ്വാസികൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ലെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ഇത് തികച്ചും സിനഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധവും വത്തിക്കാനെ കബളിപ്പിക്കലുമാണ്. ഇല്ലിസിറ്റ് ആണെന്ന് സിനഡ് തന്നെ പറഞ്ഞ ജനാഭിമുഖ കുർബാന അംഗീകൃത കുർബാന ആണെന്ന് സഭാ നേതൃത്വം വിശ്വാസികളോട് പരസ്യമായി പറയണമെന്നും വത്തിക്കാൻ സ്ഥാനപതി, മേജർ ആർച്ച് ബിഷപ്പ്, അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ അംഗീകാരത്തോടെയുള്ള സർക്കുലർ ഇതിനായി പുറപ്പെടുവിപ്പിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ അവിടുന്ന് കർത്താവായ ദൈവം മോശയോട് അരുളി ചെയ്തു, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? നീ ജനത്തെ കടലിനരിയിലേക്ക് നടത്തുക, നിന്റെ വടി കടലിന് മീതെ നീട്ടുക എന്ന് മോശയോട് അരുളി ചെയ്തു. ഈ ഇടയന്മാർ വടി കൊടുത്ത് എല്ലാവരും വടിയുണ്ട് എല്ലാവരും ഉണ്ട്. ഇടയന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്? അതുകൊണ്ട് ഇടയന്മാർ വ്യാജ പ്രസ്താവന നടത്തുകയും ജനത്തെ കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ട് വ്യാജ പ്രസ്ഥാനം നടത്തി സിനഡ് എന്ന് പറഞ്ഞ് ആരാണ് ഇവിടെ ഇല്ലിസിറ്റ് കുർബാന എന്ന് പ്രഖ്യാപിച്ചത്? സിനഡ് കൂടിയ 49 മെത്രാന്മാരല്ലേ ഇല്ലിസിറ്റ് കുർബാനയാണ്, നിങ്ങൾ ഇല്ലിസിറ്റ് കുർബാന പാടില്ല എന്നുള്ളത് പറഞ്ഞത്. അപ്പൊ ഈ ഇല്ലിസിറ്റ് കുർബാന, അതിനാൽ സഖറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നു, ഇടയന്മാരുടെ നേരെ എന്റെ കോപം ജ്വലിച്ചിരിക്കുന്നു. കാരണം എന്താണ്? ഇടയന്മാരുടെ നേരെ കോപം ജ്വലിക്കാൻ കാരണം എന്താണ്? അവർ ആടുകളെ അല്ല പോറ്റുന്നത്, അവർ സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. മര്യാദയ്ക്ക് മാർപ്പാപ്പ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു നവരത്നങ്ങളായ 9 മെത്രാന്മാരുടെ ഒരു സംഘടന തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഒരു 5 മെത്രാന്മാർ ഇപ്പോൾ എഴുന്നള്ളിയിട്ടുണ്ട്. ഇങ്ങനെ ഇവർ ഓരോരുത്തരും വിഘടിച്ച് സിനഡിൻ്റെയും മാർപ്പാപ്പ പറഞ്ഞ മാർപ്പാപ്പ പറഞ്ഞ സർക്കുലറുകളെയും എല്ലാം തെറ്റിദ്ധരിപ്പിക്കുമാറ് വിശ്വാസികളെ സംഭ്രമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇടവകയിൽ പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രതീതി നടത്തുന്ന ഒരു എന്താ പറയുക വഴിതെറ്റിക്കുന്ന
നിൽക്കുന്ന ഒരു അരൂപിയെ ഈ ഇടവകകളിൽ നിന്നും നമ്മുടെ സഭാ സിനഡിൽ നിന്നും എന്നേക്കുമായിട്ട് നമുക്ക് ഉന്മൂലനം ചെയ്യണം. അതിനായിട്ട് വിശ്വാസികളെല്ലാവരും സംഘടിച്ച് സഭയുടെ കീഴിൽ എന്ന് നിലനിൽക്കാനായിട്ട് മാത്രമായിരിക്കട്ടെ നമ്മളുടെ എല്ലാവരുടെയും ഏക ലക്ഷ്യം. കൂടാതെ അവിശുദ്ധ ഒത്തുതീർപ്പിലൂടെ തയ്യാറാക്കി എന്ന് പറഞ്ഞ് സഭാവിരുദ്ധർ പുറത്തിറക്കിയ വിശദീകരണ സർക്കുലർ അഗ്നിക്ക് ഇരയാക്കി. കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ MP ജോർജ് സമരം ഉദ്ഘാടനം നിർവഹിച്ചു. കൺവീനർ ജോസ് പാറേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച സമരത്തിൽ അമൽ ചെറുതുരുത്തി, ഷൈബി പാപ്പച്ചൻ, പോൾസർ കുടിയിരിപ്പിൽ, ലാലി ജോസ്, MA ജോർജ്, ഡേവിസ് ചൂരമന, ആന്റണി മേക്കാന്തുരത്തിൽ, ഡേസി ജോയ്, ഷിജു സെബാസ്റ്റ്യൻ, ലിജോയ് പാലാട്ടി, മാർട്ടിൻ T ജോസ്, വർഗീസ് KD മൂക്കന്നൂർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജെറുസലേം ദേവാലയത്തിലെ യേശുക്രിസ്തു അവിടെ കച്ചവടക്കാരെയും മറ്റും ചാട്ടവാറെടുത്ത് പുറത്താക്കിയതിൻ്റെ പ്രതീകാത്മകമായിട്ട് നമ്മളിന്ന് നമ്മുടെ സെൻറ് തോമസ് മൗണ്ടിൽ എല്ലാവിധത്തിലുള്ള സകല വൃത്തികേടുകളുടെയും ഒരു കൂത്തരങ്ങായി മാറിയിട്ടുള്ള സെൻറ് തോമസ് മൗണ്ടിലെ നമ്മുടെ മെത്രാന്മാരെ ചാട്ടവാറെടുത്ത് അടിച്ച് പുറത്താക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ ഒരു ആവരണമാണിന്ന് നമ്മളിവിടെ നടത്തിയത്. കൂടാതെ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ഇറക്കിയ ആ ഒരു സർക്കുലർ അത് കത്തിക്കുക എന്നുള്ളത് നമ്മൾ ഏതാണ്ട് കുറേ കാലങ്ങളായി മാർപ്പാപ്പ അംഗീകരിച്ച് നമുക്ക് നൽകിയ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനു വേണ്ടി ഉള്ള സമര പരിപാടികൾ തുടങ്ങിയിട്ട് വർഷങ്ങളുടെ പഴക്കം ആയിരിക്കുന്നു. ഇപ്പോൾ വളരെ അടുത്ത് നിവൃത്തിയില്ലാതെ മാർപ്പാപ്പയെ അനുസരിക്കുക അല്ലാതെ മാർഗമില്ലെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 9-ാം തീയതി വത്തിക്കാനിന്റെ നിർദ്ദേശപ്രകാരം ഇറക്കിയ സിനഡ് തീരുമാനപ്രകാരം ഉള്ള സിനഡിലെടുത്ത തീരുമാനപ്രകാരം ഉള്ള ഒരു സർക്കുലർ ഇവിടെ എല്ലാ പള്ളികളിലും വായിക്കുന്നതിന് വേണ്ടി കൊടുക്കുകയുണ്ടായി. ബഹുഭൂരിപക്ഷം വരുന്ന വിമത വൈദികർ അത് വായിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാ പള്ളികളുടെയും ഏതാണ്ട് ഒരു 10-20 പള്ളികളുടെ മുമ്പിൽ കത്തിച്ച് പ്രതിഷേധിച്ചു. ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഇതെന്തോ മനസ്സിലാകുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കേണ്ടിയിരുന്നത് ദുഃഖദാന തിരുനാളായ ഈ കഴിഞ്ഞ 3-ാം തീയതിയായിരുന്നു. എന്നാൽ അത് നടപ്പിലാക്കുന്നതിന് തൊട്ട് മുമ്പായി വീണ്ടും ആ വത്തിക്കാന്റെ തീരുമാനപ്രകാരം ഇറക്കിയ സർക്കുലറിൽ വെള്ളം ചേർത്തു. അത് ഏകീകൃത കുർബാന ഒരെണ്ണവും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത കുർബാനയും മറ്റുള്ളത് അവരുടെ ഇഷ്ടം പോലെയും എന്ന് പറയുന്ന രീതിയിലേക്ക് അത് വെള്ളം ചേർക്കപ്പെട്ടു. അതിന് കാരണക്കാരായ 3, 4, 5 മെത്രാന്മാരുടെ മാത്രം തീരുമാനപ്രകാരമാണ് ഇതിൽ വെള്ളം ചേർത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം 3-ാം തീയതിക്ക് 2 ദിവസം മുമ്പ് വീണ്ടും പാംപ്ലാനി എന്ന് പറയുന്ന ഒരു ബിഷപ്പും ഇവിടെയുള്ള വിമതരുടെ ഒരു പറ്റവും ചേർന്ന് കാവൽ പുരേഖത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും വെള്ളം ചേർത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ളവണൊക്കെ കുർബാന ചൊല്ലിക്കോ, ഒരെണ്ണം എപ്പോഴെങ്കിലും ഏത് പാതിരക്കെങ്കിലും വേണമെങ്കിൽ ചൊല്ലിക്കോ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞു. എനിക്ക് ചോദിക്കുവാനുള്ള ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ഇവരെ പിതാക്കന്മാരെ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൈവയ്പ് ശുശ്രൂഷയിലൂടെ അനുസരണയുടെ വക്താക്കളായി മാറിക്കൊണ്ട് പട്ടം സ്വീകരിച്ചവര് എന്താണ് ചെയ്തിരിക്കുന്നത്? അനുസരണക്കേടിന്റെ അങ്ങേയറ്റമാണ് ഇവ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലരും ഒരു വിമർശനം പറയുന്നുണ്ട്, ഇതിനെതിരെ ഇത് ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന് പറയുന്നതിന്റെ പേരിൽ ഇവിടെ സംഘടനകൾ ഇങ്ങനെ പൊട്ടിമുളക്കുകയാണ് എന്ന്. കൊല്ലങ്ങളുടെ പഴക്കത്തിലെ ആളുകൾ നിരാശപ്പെട്ട് പിന്മാറുമ്പോൾ പുതിയ സംഘടനകൾ അതിനുവേണ്ടി ആർജവത്തോടെ മുന്നോട്ട് വരുന്നു എന്നതാണ് സത്യം. ഒന്ന് മനസ്സിലാക്കുക, ഈ രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർക്ക് എവിടെ നിന്നോ എന്തോ നേടാനുണ്ട്.
ഇവരുടെ കൂടെ നിൽക്കുന്ന ഇവർക്ക് വിശ്വാസികൾ ഒരു പ്രശ്നമേ അല്ല, വിശ്വാസം ഒരു പ്രശ്നമല്ല. നമ്മുടെ പരിശുദ്ധ പിതാവ് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഓർഡറുകളൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇവർക്ക് ഈ ഞാൻ നേരത്തെ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ കാക്ക എന്ന് പറയുന്ന ഒരു പക്ഷി, ആ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂട്ടം കൂടി അതിനെ പോകുന്ന ആളുകളുടെ തലയൊക്കെ കൊത്തിപ്പറക്കി എന്നതുപോലെ ഈ പിതാക്കന്മാരുടെ തെറ്റുകൾ അല്ലെങ്കിൽ ഇവർ ചെയ്തു കൂട്ടിയ അനീതികളെല്ലാം മറച്ചു വെക്കണമെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഈ അച്ഛന്മാരെ സംരക്ഷിച്ചേ പറ്റൂ. വളരെ വ്യക്തമായിട്ട് നമ്മുടെ പരിശുദ്ധ സിംഹാസനം വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ഇവരുടെ മേൽ ശരിയായ രീതിയിൽ ആക്ഷൻ എടുക്കണം, നടപടികൾ എടുക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങനെ ഒരു ആക്ഷൻ എടുത്താൽ ഇവർ ചെയ്ത തെറ്റുകളെല്ലാം വിളിച്ചു പറയപ്പെടും എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവരെ എല്ലാം സംരക്ഷിച്ച് കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മാത്രം ഇവിടെയുള്ള വിശ്വാസികളെയോ ഇവിടുത്തെ ബാക്കിയുള്ള ഒരു കൽപ്പനകളോ ഒന്നും പ്രാധാന്യം അറിയിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാക്കിക്ക് ഉള്ള ഒരു സവിശേഷ ഗുണം പോലെ ഇവര് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. പാമ്പ്ലാന് നീതി പാലിക്കുക, വ്യാജവിശദീകരണം എഴുതിയ മെത്രാന്മാർ പുറത്തു പോവുക, വ്യാജവിശദീകരണ മെത്രാന്മാർ പുറത്തു പോവുക. ഒരേ സമയത്ത് കള്ളനെയും നമ്മുടെ എല്ലാം മാർഗദർശിയായിട്ടുള്ള നമ്മുടെ യേശുനാഥൻ ഒരു സന്ദേശമാണ് നമുക്ക് നൽകിയത്. കള്ളനെയും ചൂതാട്ടക്കാരനെയും ചാട്ടവാറെടുത്ത ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അഴിച്ചോടിച്ചതിന്റെ ഒരു പ്രതീകമായ സമരം നമ്മുടെ ശ്രീറാം മലബാർ സഭയുടെ ജെറുസലേം ദേവാലയമാണ് സെന്റ് മേരീസ് ബസിലിക്ക. ആ ബസിലിക്കയുടെ മുൻപിൽ നടക്കുന്ന ഈ സമരം ചാട്ടവാറെടുത്തടിച്ച് ഈ സമരം, അതായത് കള്ളനെയും ചൂതാട്ടക്കാരനെയും അഭ്യാസികളെ മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് അഭ്യാസികൾ കാണിക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന മുഴുവൻ പിതാക്കന്മാരെയും കള്ളന്മാരെയും കരിഞ്ചതക്കാരെയും ഈ സംഘടന കാത്തലിക് നസ്രാനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാട്ടവാറെടുത്തടിച്ച് ഇവിടുന്ന് പുറത്താക്കുകയാണ്. My house and the house of prayer for all the nations. ഇത് ആസ്ഥാനിച്ച് ഇരുന്നൊരു വ്യക്തി, സഭയെക്കുറിച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയാവുന്ന ഒരു വ്യക്തി ചെയ്തു പോയിട്ട കാര്യങ്ങളാണ്. അവിടെ കേസ് നടക്കുന്നതുകൊണ്ട് കുർബാന വിഷയമാരുടെ കേസ് നടക്കുന്നുണ്ടെന്നുള്ള കാരണം മാത്രമാണ് അവിടെ അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ല, കേസ് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നടന്നത് ഒരു വട്ടം അവിടെ പ്രകോപനമുണ്ടായപ്പോൾ അദ്ദേഹം ചെയ്തത് പറവൂർ വടക്കേക്കര, പറവൂർ പുത്തമ്പലിക്കര, പറവൂർ സ്റ്റേഷൻ, അങ്ങനെ 3 സ്റ്റേഷനുകളിൽ നിന്ന് കമ്മ്യൂണിറ്റി പോലീസുകാരെ അണിനിരത്തിക്കൊണ്ട് അവിടെ അവരുടെ സാന്നിധ്യത്തിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ പരിശുദ്ധ സൂര്യദാസ് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടക്കം കുറിച്ചത്. എന്തുകൊണ്ട് അവരെ ഉണ്ടാക്കിയ ഒരു കാര്യം, അവർ തീരുമാനിച്ച ഒരു കാര്യം നടപ്പിലാക്കാനുള്ള ആർജവം അവർ കാണിക്കാത്തത്. ഈ സഭയിലെ ഒരു അതിരൂപത മാത്രമായ എറണാകുളം അങ്കമാലി അതിരൂപത ഇത്ര ഭയക്കുന്നത് എന്തിനാണ്? നമ്മുടെ സഭാ നേതൃത്വം, ഞങ്ങൾ വിശ്വാസികൾ, നിങ്ങൾ ഇല്ലിസിറ്റ് കുർബാന എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ആരാധനയ്ക്കായിട്ട് പോയി തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞ അതേ കുർബാന തന്നെ തുടരാൻ അനുവദിക്കുകയും ഇപ്പോൾ ഇവിടെ ഒരാൾ സൂചിപ്പിച്ചതുപോലെ ഒരേ ബലിവേദിയിൽ 2 തരം കുർബാന അർപ്പിക്കാനായിട്ട് നിങ്ങൾ അനുവദിച്ചു. എന്ത് നീതിയാണത്? എന്ത് ധാർമ്മികതയാണ് അതിൻ്റെ പിറകിലുള്ളത്? എന്തായാലും വിശ്വാസികൾ ഈ അനീതിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. സഭാ നേതൃത്വത്തിന് ആർജവമില്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസികൾ പുറത്തിറങ്ങും, ഞങ്ങളിത് നടപ്പിലാക്കും. തീർച്ചയായിട്ടും അത് ഞങ്ങൾ വിശ്വാസികളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. നന്ദി, നമസ്കാരം. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന ഏറ്റവും കാതലായിട്ടുള്ള, ഏറ്റവും പരിപാവനവുമായിട്ടുള്ള ആ ഒരു ആപ്തവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, ആ വിശ്വാസ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നുവരെ
പരിശുദ്ധ സിംഹാസനം, മാർപ്പാപ്പയുടെ സിംഹാസനം. അന്ന് റോമിൽ നിന്നാരംഭിച്ച ആ പ്രയാണം ഇന്നും ഈ എറണാകുളത്തെ തിരുവേലിയുടെ ഏറ്റവും കാതലായ ഈ ബസിലിക്കയുടെ മുൻപിൽ നിന്ന് വിശ്വാസികളായ ഞങ്ങൾക്ക് പറയുവാനുള്ള ആദ്യത്തെ കാര്യം, ബഹുമാനപ്പെട്ടവരെ, അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ളത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ചെയർമാൻ ഡോക്ടർ ജോർജ് സാറുണ്ട്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജോസ് പാറേക്കാട്ടിലുണ്ട്, അതോടൊപ്പം തന്നെ സ്വാഗത പ്രസംഗം നടത്തിയ വോൾസൺ കുടിയിരിപ്പൽ സാറുണ്ട്, അതോടൊപ്പം തന്നെ CPC-യുടെയും അതോടൊപ്പം തന്നെ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. എന്നെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ എന്നെ ശ്രമിക്കുന്ന വിശ്വാസി സമൂഹവുമുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർമാരുണ്ട്. ഈ ബസിലിക്കയുടെ മുൻപിലേക്ക് ആബേൽ അച്ഛനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രതീകാത്മകമായി ഇന്ന് ജെറുസലേം ദേവാലയത്തിന് മുൻപിൽ അനീതിക്കെതിരെ പടപൊരുതിയ യേശുവിന്റെ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് അതിനെതിരെ പ്രതീകാത്മകമായ ചാട്ടവാർ സമരവും അതോടൊപ്പം തന്നെ അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചുള്ള കൂട്ടുകെട്ടുകളുടെ ഈ കിരാതനമായ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എറണാകുളം ജില്ലയുടെ ഏറ്റവും ഇന്ന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏറ്റവും തെക്കുള്ള ഭാഗത്തു നിന്നും ഞാൻ ഇവിടേക്ക് കടന്നു വരുമ്പോൾ എനിക്കറിയാം, ഞാനൊരു അധ്യാപക മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും അധ്യാപന ലോകത്ത് ഞങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് തരുന്ന സിലബസുകളെ അടിസ്ഥാനപ്പെടുത്തി, സർക്കാർ തരുന്ന സംവിധാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ അധ്യാപനം എന്ന ജോലി വൃത്തി ചെയ്യേണ്ടവരാണ്. സഭയെ സംബന്ധിച്ച് സഭയുടെ വിശ്വാസികളെ ക്രമപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് നൽകുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന വിശുദ്ധ കുർബാന തന്നെയാണ് അതിന്റെ കാതലായ വശം. സിലബസുകൾ പരിഷ്കരിക്കുന്നത് പോലെ സഭയുടെ വിശ്വാസക്രമങ്ങളിൽ ദൈവ അൽമായരിലൂടെയല്ല, അത് മറിച്ച് ഏതാനും ചില ബിഷപ്പുമാരിലൂടെയല്ല, മറിച്ച് നീതിശാസ്ത്ര സഹായത്തോടെ നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ്, നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 996199 8377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.